ഓഡോയിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഓപ്പണിംഗ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് സാധാരണ ഉണ്ടാകുക ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, പർച്ചേസ് ഉണ്ടാവും, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവും, പിന്നെ ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ സെയിൽസ് ഉണ്ടാവും, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ഇനി ഏതെങ്കിലും ഡയറക്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ അതുണ്ടാവും. അതിൻ്റെ ഡിഫറൻസാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. എന്നാൽ പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് എന്താണ് ഓഡോൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്കും ഒന്നും കാണില്ല. അതായത് നമ്മൾക്ക് ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ പണ്ടേ പഠിച്ച മെത്തേഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, പിന്നെ മറ്റേ സൈഡാണെങ്കിൽ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് ഒരു ബേസിക് ആയിട്ട് സാധനം. ഈ ഒരു രീതിയിലല്ല ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഡോ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കൺഫ്യൂഷൻ. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലാത്തത്, എന്താണ് നമ്മുടെ പഴയ മെത്തേഡിൽ കാണിക്കാത്തതെന്നാണ്. സത്യത്തിൽ ഓഡോൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അസറ്റാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റാണ്. അപ്പോൾ ഈ അസറ്റിനെ ഇതിലേക്ക് കാണിക്കാത്തൊരു മെത്തേഡാണ് ഓഡോ ഉപയോഗിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഇവിടെ ഒരു 10 ടെലിവിഷൻ ഞാൻ വാങ്ങുന്നത് 2500 രൂപ വെച്ചിട്ട് 25,000 വിചാരിക്കാം. അതേപോലെ അവിടെ ഇയർ എൻഡ് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഇയർ എൻഡ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം ഞാൻ ടെസ്റ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, അവിടെ നമ്മൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കാണോ എന്ന് നോക്കാനാണ്. അതായത് ഇയർ എൻഡ് ചെയ്യുമാണല്ലോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആകുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് സെയിം പ്രോഡക്റ്റിന് 5 കൂടി വാങ്ങും സെയിം റേറ്റിന്. പിന്നെ ഉള്ളത് ഞാനൊരു 3 3500 വെക്കും. അതായത് 1000 വെച്ചിട്ട് അധികത്തിന് വെക്കും. അപ്പോൾ 3000 ബാലൻസ് കിട്ടും, ലാഭം കിട്ടും. അതിനെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ പഴയ മെത്തേഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 25,000 ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കാണിക്കും. കാരണം ഓപ്പണിംഗ് സ്റ്റോക്കാണ്, ക്ലോസ് ഇയർ എൻഡിന് മുമ്പാണ്. അടുത്തത് പിന്നെ 12,500 വാങ്ങി അത് പർച്ചേസസ് കാണിക്കും. ഇനി സെയിൽസാണ് 3500 വെച്ച് 10,500 സെയിൽസ് കാണിക്കും. പിന്നെ ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഇത്രയും തരും. ക്ലോസ് സ്റ്റോക്ക് ഇങ്ങനെ വരും, നമ്മൾ 10ഉം 5ഉം 15 വാങ്ങിയിട്ട് 3 വിറ്റു, 12 ബാക്കിയുള്ളത്. ഈ 12 2,500 വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് സ്റ്റോക്ക് വരിക. അപ്പോൾ 30 വരിക. അങ്ങനെ വരുമ്പോൾ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 3000 നമ്മൾക്ക് ലാഭം വരുന്നത് മനസ്സിലാക്കാം. ഗ്രോസ് പ്രോഫിറ്റ് 3000 ലാഭം വരുന്നത് നമ്മൾ സാധാരണ മെത്തേഡിലെ കാൽക്കുലേഷനാണത്. ഇനി നമുക്കത് ഓഡോയിലേക്ക് മാറ്റി നോക്കാം. ഇപ്പോൾ ഓഡോയിലേക്ക് മാറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്താണെന്നില്ല നോക്കാം. നമ്മൾ കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കമ്പനി എന്നുള്ളതിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ കമ്പനി എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യൻ ഡേറ്റ് കൺട്രി സെലക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യനാണ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് ആണ് ഡെമോ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇയർ അപ്പോൾ April to March വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കണക്കിന് നമുക്ക് ആ ട്രാൻസാക്ഷൻസ് അടിച്ച് നോക്കാമെന്നുള്ളതാണ്. അതായത് ഇവിടെ ഇപ്പം ഒരു 10 വാങ്ങണം. അപ്പോൾ നമുക്കൊരു ഡേറ്റ് ഇപ്പം 2025 ഡേറ്റിന് വരെ നമുക്ക് 2024 അടിക്കാം. ഓക്കെ, പ്രൊഡക്റ്റൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയ വെണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ 1/1/2025 എന്ന് പറയുമ്പം 2024-25 വരും. നമ്മളിപ്പോൾ ഉള്ളത് 25-26 ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പം അതേ ഡേറ്റ് തന്നെ 1/1/2025 അടിക്കുന്നു. ടെലിവിഷൻ 10 2,500 വെച്ചിട്ട് കൺഫേം ഓർഡർ റിസീവ് ചെയ്യുന്നത് 1/25 റിസീവ് ചെയ്ത് വാലിഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, വാലിഡേറ്റ് ചെയ്തു. ഇനി അതിനെ ഇൻവോയ്സും കൂടെ വാങ്ങാം. ഇൻവോയ്സ് കിട്ടിയ പോലെ ഇത് ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന മെത്തേഡിലുണ്ട്. ഇപ്പോൾ തൽക്കാലം വേറെ എന്തെങ്കിലും ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, തൽക്കാലം ഇപ്പം ബില്ലായിട്ടുണ്ട്. ഇനി നമുക്കത് അക്കൗണ്ടിങ്ങിൽ ട്രയൽ ബാലൻസ് ഒന്ന് എടുത്ത് നോക്കാം. നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധനം വാങ്ങിയത് സ്റ്റോക്ക് വാല്യുവേഷൻ, അതായത് ഇൻവെൻട്രി അക്കൗണ്ട് 25,000 ഉണ്ട്. സ്റ്റോക്ക് ഇൻ്ററിം അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും കട്ടായിട്ടുണ്ട്. അതെങ്ങനെ കട്ടാതെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വരുമ്പോൾ ഇൻ്ററിം അക്കൗണ്ട് ഡെബിറ്റിൽ വരും, പർച്ചേസ് ബില്ല് വരുമ്പോൾ അത് ക്രെഡിറ്റിലേക്ക് പോയിട്ട് കട്ടാവും. ക്രെഡിറ്റേഴ്സ് 25,000 ഉണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ പ്രോസസ്സിൽ നമ്മൾക്ക് എൻട്രി ഇട്ട് നോക്കേണ്ടത് ഇയർ എൻഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഇയർ ഇതിൽ അതായത് ഓടുകൂടി ഫിനാൻഷ്യൽ ഇയർ ക്ലോസിങ്ങിൻ്റെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയില്ല. ഫിസിക്കൽ ഇയർ അതായത് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് മെത്തേഡിലാണ്. അതായത് March 31 എൻഡാണെന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് 1/4 ഓപ്പണിംഗ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ 1/4/2025 നമ്മൾ പുതിയ ഇതിപ്പോൾ ജൂണിലല്ലോ, നമ്മൾ ജൂണിൽ ചെയ്യാം.
പുതിയ ഒരു 5 കൂടി വാങ്ങുന്നു. ഓക്കെ, നമുക്ക് ഈ ഡേറ്റ് 1/6/2025 തന്നെ ആക്കാം. ഒരു 5 കൂടി വാങ്ങുന്നു. 2500 വെച്ചിട്ട് കൺഫേം ഓർഡർ റിസീവ് ചെയ്യുന്നു, വാലിഡേറ്റ് ചെയ്യുന്നു. ഇനി വീണ്ടും അതിൻ്റെ ഇൻവോയ്സും അപ്ലോഡ് ചെയ്താൽ, അതായത് ഡിജിറ്റലൈസേഷൻ കൊടുത്തതുകൊണ്ടാണ് അത് കട്ടാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം അതും കൂടെ. ഇനി നമുക്ക് ട്രയൽ ബാലൻസ് ഇരുന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ 37,500 റിസീവ് പേബിൾസും 37,500. ഓക്കെ, ഇവിടെ നമ്മളൊരു ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അസറ്റ്സ്, അതായത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് വാല്യൂഷൻ, സ്റ്റോക്കിലാണ് 37,500, പേബിൾസിൽ ക്രെഡിറ്റേഴ്സിന് 37,500. കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രാൻസാക്ഷനാണ്. നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെയിലാണ്. 3 നമ്മൾ വിൽക്കുന്നു 1000 കൂടുതൽ ലാഭത്തിന് വെച്ചിട്ട്. അതായത് നമ്മൾ വിൽക്കുന്നത് 3500 വെച്ചിട്ട് 3 വിൽക്കും. അപ്പം നമുക്ക് ആ എൻട്രി ഒന്ന് നോക്കാം. ഞാൻ കസ്റ്റമർ ഒന്ന് പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ 8/7 എക്സ്പിറേഷൻ ഡേറ്റ് അതൊന്ന് കാട്ടെ. ടെലിവിഷൻ സെയിം പ്രൊഡക്റ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ വിൽക്കുന്നത്. ഒരു 3 വിൽക്കുന്നത്. 3500 വെച്ചിട്ടാണ് വിൽക്കുന്നത്. 10,500 വിൽക്കുന്നു. കൺഫേം ചെയ്യുന്നു. ഡെലിവറി ചെയ്യണം. ഡെലിവറി ഇതേ ഡേറ്റ് ചെയ്യുന്നു, വാലിഡേറ്റ് ചെയ്യുന്നു. ഇനി സെയിൽസ് ഇൻവോയ്സ് കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ സെയിൽസ് ഇൻവോയ്സ് കൺഫേം ചെയ്ത് സെയിൽസ് ഇൻവോയ്സ് ആയി. ഇവിടെ ഇനി നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും പൂർത്തിയായിട്ടുണ്ട്. ട്രയൽ ബാലൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 10,500 വിറ്റ വകയിൽ നമുക്ക് കിട്ടാനുണ്ട്. സ്റ്റോക്ക് വാല്യൂഷൻ 37,500 ആയിരുന്നു ഓപ്പണിങ്ങിൽ. 7,500 ഇപ്പം ട്രാൻസാക്ഷൻ ആയിട്ടുണ്ട്. അതായത് 3 കോസ്റ്റ് 7,500 അതാണ് 7,500 ക്രെഡിറ്റ് ഉള്ളത്. അപ്പം ഇനി ഇൻവെൻ്ററി ഉള്ളത് 30,000 അതായത് നമ്മൾ ടോട്ടൽ വാങ്ങിയത് 15 വാങ്ങിയതിൽ 12 നമ്മൾ കൊടുത്തു. 3 കൊടുത്തു. അപ്പം ആദ്യം 10 വാങ്ങി, പിന്നെ 5 വാങ്ങി, പിന്നെ 3 കൊടുത്തു. 12,000-ന് 2,500 വെച്ചിട്ട് 30,000 വാല്യൂ. ആ 30,000 ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇൻ്ററിം അക്കൗണ്ട് വരവിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ആവും. അതായത് നമ്മൾ വാങ്ങുമ്പോൾ ഇൻ്ററിം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, നമ്മൾ പർച്ചേസ് ബില്ല് വരുമ്പോൾ ക്രെഡിറ്റ് ആവും. അതേപോലെ തന്നെ ഇൻ്ററിം അക്കൗണ്ട് ഡെലിവേർഡിലാണെങ്കിൽ നമ്മൾ സെയിൽസ് സാധനം ഡെലിവറി ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആവും. അതിൻ്റെ കസ്റ്റമർ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആവും. അതും 0 ആയി പോയിട്ടുണ്ട്. പിന്നെ ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുക്കാനുണ്ട്. നമ്മൾ 15 വാങ്ങിയതിൻ്റെയും പൈസ കൊടുക്കാനുണ്ട്. 37,500 കൊടുക്കാനുണ്ട്. ലോക്കൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ സെയിൽസാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇവിടെയാണ് നമ്മുടെ ഓഡിയോൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. മിക്ക ERPൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ മെത്തേഡാണ്. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നിട്ട് 7,500 വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ടാലി ആണെങ്കിൽ ആ ഡിഫറൻസ് ടാലിയാക്കാൻ ഇട്ടിരിക്കുന്ന സാധനമാണ്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് 3,000 ലാഭം വന്നിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് 3,000 ഉണ്ട്. നമ്മൾക്ക് ഈ മെത്തേഡിൽ, നമ്മളെ മെത്തേഡിൽ 3,000 തന്നെയാണ് വരുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസ് സ്റ്റോക്ക് ഇട്ടിട്ട് ഇതിലും വരുന്നത് 3,500. ഇതിലെങ്ങനെ മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ റവന്യൂ ക്ലിയർ ആണ്. സെയിൽസ് കറക്റ്റായിട്ട് 10,500 ഉണ്ട്. പിന്നെ ഇട്ടിരിക്കുന്നത് കോസ്റ്റ് ഓഫ് സെയിലാണ്. ഓഡോ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഓഡോ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ അസറ്റാണ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസ് സ്റ്റോക്കും അസറ്റായിട്ടാണ്. ഓക്കെ, അസറ്റായിട്ടാണെന്നുള്ള രീതിയിലാണ് ഓഡോ ട്രീറ്റ് എന്നത്. അപ്പം ഈ രണ്ടും, ഇത് അസറ്റാണ്, ഇതും അസറ്റാണ്. പിന്നെ ഉള്ളത് 10,500 സെയിലാണ്. പിന്നെ അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഓഡോ ഈ ഇത്രയും എൻട്രി എടുക്കുന്നതിന് പകരം ഓഡോ എടുക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് ലെസ് സെയിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആ ക്ലോസിംഗ് സ്റ്റോക്ക് എല്ലാം എടുക്കുന്നത് പകരം നമ്മൾ എന്താണോ വിറ്റത് അതിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡാണ് എടുക്കുന്നത്. അതായത് ലോക്കൽ സെയിൽസ് 10,500 പറയുമ്പോൾ 7,500 അതിൻ്റെ കോസ്റ്റ് ഓഫ് സെയിൽസ്, അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്നു 7,500. അങ്ങനെ 3,000 നെറ്റ് പ്രോഫിറ്റ് അല്ല ഗ്രോസ് പ്രോഫിറ്റ് വരുന്നു. നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇട്ടിട്ടില്ല. ഈ രീതിയിലാണ് ഓട് കാണിക്കുന്നത്. ഇനി ബാലൻസ് ഷീറ്റിലേക്കാണെങ്കിൽ ബാലൻസ് ഷീറ്റ് ആയിട്ട് ആയതുകൊണ്ട് ഇൻവെൻട്രി അവിടെ കൃത്യമായിട്ട് ഓട് കാണിക്കുകയും ചെയ്യും. അസറ്റിൽ റിസീവബിൾസിൽ 10,500 കിട്ടാനുണ്ട്. കറണ്ട് അസറ്റ് സ്റ്റോക്ക് വാല്യൂഷൻ കൃത്യമായിട്ട് 30 കാണിക്കുന്നുണ്ട്. ഇനി ലെവൽറ്റി സൈഡ് ആണെങ്കിൽ നമ്മൾ വാങ്ങിയ പാർട്ടിക്ക് കൊടുക്കാനുണ്ട് 37,500. ഓക്കെ, പിന്നെ ഇക്വിറ്റി അതായത് പ്രോഫിറ്റ് 3,000 എന്നുള്ള രീതിയിൽ 40,500. മോൾ അസറ്റ് സൈഡാണെങ്കിൽ നമ്മൾക്ക് എന്താണ് റിസീവബിൾസ് 10,500, സ്റ്റോക്ക് 30,000, 40,500 അവിടെയും കിട്ടുന്നുണ്ട്, ഇവിടെ ആ രീതിയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റാണ്.
അപ്പോൾ ഈ മെത്തേഡിലാണ് ഡിഫറൻസ് ഉള്ളത്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ, ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ, ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എന്ന് നോക്കേണ്ടതില്ല. അതിൻ്റെ നെറ്റ് ഡിഫറൻസ് ആണ് ഓടു എടുക്കുന്നത്. അങ്ങനെയാണ് ഓടു മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് കിട്ടാത്തത്, നമ്മൾക്ക് ആ രീതിയിൽ ട്രയൽ ബാലൻസ് കിട്ടാത്തത്. ഇനി ആ രീതിയിൽ തന്നെ ട്രയൽ ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ട്രയൽ ബാലൻസ് എടുത്തിട്ട് നമുക്ക് ഏത് പീരീഡിനാണോ വേണ്ടത് ട്രയൽ ബാലൻസ്, ആ പീരീഡിന് ട്രയൽ ബാലൻസ് എടുക്കുക. പക്ഷേ ഇവിടെ ഇപ്പം പീരീഡ് ടച്ച് ചെയ്ത് നോക്കുക. നമുക്ക് ഫിനാൻഷ്യൽ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടണമെങ്കിൽ ആ രീതിയിൽ തന്നെ നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടണമെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഈ ജൂണല്ല, നമ്മൾ ഏപ്രിൽ കൊടുക്കണം. ഏപ്രിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് എന്ത് തരും, ഇതിപ്പം ക്വാർട്ടർ ഏപ്രിൽ ജൂൺ, നമുക്കിവിടെ പീരീഡ് കൊടുത്താൽ മതി. ഓക്കെ, 2024 ഏതെങ്കിലും ഒരു ഡേറ്റ് പ്ലസ് 31/3/2021. ഒന്ന് 5 കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 25 സ്റ്റോക്ക് വാല്യുവേഷൻ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡേറ്റ് വെച്ചിട്ട്. അതായത് 8/6/25,000 ഇതെല്ലാം നമുക്ക് 8/6 എനിക്കൊന്ന് വാല്യുവേഷൻ ഡേറ്റ് നമ്മൾ കൊടുത്തതിൽ മാറിയത് കൊണ്ടാണത്. ഓപ്പണിംഗ് വാല്യൂ സ്റ്റോക്കിന് പകരം അതായത് മാർച്ചിലല്ല വന്നിട്ടുള്ളത്, ജൂണിൽ തന്നെയാണ് സ്റ്റോക്ക് ജേണൽ, അതായത് സ്റ്റോക്ക് ജേണൽ മാറിയിരിക്കുന്നത്. നമ്മൾ ബില്ല് ചെയ്തെങ്കിലും എഫക്റ്റീവ് ഡേറ്റ് ജൂണ് കൊടുത്തു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. എനിവേ നമ്മുടെ സിമ്പിൾ ലോജിക്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്ലിയറായി, ബാലൻസ് ഷീറ്റും ക്ലിയർ ആണ്. ഇപ്പം നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ, ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എന്ന് നോക്കിയിട്ട് ഓഡിയോയിലേക്ക് വന്നിട്ട് കാര്യമില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് എടുത്ത് ഓരോ ലെഡ്ജറും എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു, മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.